ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ലൈഫ് അതൊരു ജേണിയാണ്. ഓരോ ദിവസവും ഓരോ ശീലവും നമ്മെ വളർത്തുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യുന്നു. പക്ഷേ അതിൽ ചില ശീലങ്ങളുണ്ട്, നമ്മൾ ചെറുതായി കാണുന്നവ. പക്ഷേ അവയാണ് നിശബ്ദമായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും തകർക്കുന്നത്. പലപ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയാതെ പോകുന്നു, കാരണം അവ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒന്നായി തോന്നാം. ഹാംലെസ്സായി, നോർമലായി, കോമണായി നിങ്ങളത് കണക്കാക്കും. പക്ഷേ അതിനുള്ളിൽ ആത്മീയമായ വലിയ നാശം ഒളിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതം നിശബ്ദമായി നശിപ്പിക്കുന്ന 5 ശീലങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളത് മാറ്റിയാൽ നമ്മുടെ മനസ്സും ആത്മാവും ലൈഫും മാറും. അതും ഏറ്റവും മനോഹരമായി, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി. ഹാബിറ്റ് നമ്പർ 1: മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. അവർക്കൊക്കെ എത്ര കിട്ടി, എനിക്കതില്ല, അവൻ എത്ര ഭാഗ്യവാനാണ് എന്നിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു വരുന്നു. നാം സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ സന്തോഷം, വിജയങ്ങൾ, ലൈഫ് ഇവ കാണുന്നു. അവരുടേതിനോട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടേതിന് ഒരു വിലയും നമ്മൾ കണക്കാക്കുന്നില്ല. പക്ഷേ അള്ളാഹു പറയുന്നു, അള്ളാഹു നിങ്ങളിൽ ചിലർക്ക് ചിലത് നൽകിയതിനെ ആഗ്രഹിക്കരുത് എന്ന്. താരതമ്യം ചെയ്യുന്ന മനസ്സ് നന്ദി പറയാൻ കഴിയാത്ത മനസ്സാണ്. അവിടെ നിന്നാണ് ഹൃദയശാന്തി നഷ്ടമാകുന്നത്. നിന്റെ ലൈഫ് അത് മറ്റൊരാളുടെ ക്യാപ്ഷനല്ല. അള്ളാഹുവിൻ്റെ പദ്ധതിയിൽ നിന്റെ സ്ഥാനം തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ ഓരോ ദിവസവും കമ്പാരിസൺ അല്ല ചെയ്യേണ്ടത്, മറിച്ച് നന്ദി പറയലാണ്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ എത്ര തവണ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുവെന്ന്. അതിൽ നിന്നാണ് ആത്മശാന്തിയുടെ ആരംഭം. ഹാബിറ്റ് നമ്പർ 2: എല്ലാത്തിനോടും പരാതിപ്പെടുന്നത്. എനിക്കെന്തുകൊണ്ടാണ് എപ്പോഴും പ്രശ്നം, എനിക്ക് ഭാഗ്യമില്ല. ഇതാണ് പലരുടെയും പ്രതികരണം. പക്ഷേ അതിലൂടെ നാം നമുക്കുള്ള അനുഗ്രഹങ്ങൾ കാണാതെ പോകുന്നു. നമുക്ക് കിട്ടിയ നല്ലതിനെ കാണാതെ കിട്ടാത്തതിൽ മാത്രം നമ്മൾ ആശങ്കപ്പെടുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കുമെന്ന്. പരാതി പറയുന്ന മനസ്സ് നമ്മുടെ ഹൃദയത്തെ വിഷമമാക്കും, മുഖം മങ്ങിയാക്കും, ദുഃഖം ഇരട്ടിയാക്കും. അള്ളാഹു നിനക്ക് നൽകിയതിനെ കാണുക. ആരോഗ്യവും ഭക്ഷണവും ഉറക്കവും കാഴ്ചയും ശ്വാസവും എല്ലാം നിനക്ക് വേണ്ടി അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നതാണ്. ഒരു ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതുക. ഇന്ന് അള്ളാഹു എനിക്ക് എന്തൊക്കെ നന്മകളാണ് തന്നത് എന്ന്. ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിന്റെ ഉള്ളിൽ പ്രകാശം ഉയരും. ഹാബിറ്റ് നമ്പർ 3: നമസ്കാരം അവഗണിക്കുന്നത്. നമസ്കാരം അത് അള്ളാഹുവിനോടുള്ള ബന്ധത്തിൻ്റെ മാർഗമാണ്. പക്ഷേ നാം പലപ്പോഴും ബിസിയായി തീരുന്നു. ഇപ്പോൾ സമയമില്ല, പിന്നെ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് മാറ്റിവെക്കുന്നു. അവിടെ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുന്നു. നമസ്കാരമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത യാത്ര പോലെയാണ്. നാം പുറമെ എത്ര സന്തോഷമുള്ളവരായി തോന്നിയാലും ഉള്ളിൽ ശൂന്യത അനുഭവപ്പെടും. നിങ്ങൾ നമസ്കാരം പതിവാക്കുക, അതിനുവേണ്ടി സമയം ഉണ്ടാക്കുക. ബിസി ആയാലും സ്വലാത്ത് നിന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ, പീസ്, ബറക്കത്ത് എല്ലാം കൊണ്ടുവരും. ഹാബിറ്റ് നമ്പർ 4: ഓവർ തിങ്കിങ് നെഗറ്റീവ് ടോക്സ്. എനിക്ക് ഒന്നും ശരിയാവില്ല, എൻ്റെ ലൈഫ് നശിച്ചു. ഇതൊക്കെ പിശാചിൻ്റെ തോന്നലുകളാണ്. അവൻ്റെ ലക്ഷ്യമെന്നത് നിന്റെ ആത്മവിശ്വാസം തകർക്കുക, നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തുക എന്നതാണ്. പക്ഷെ അള്ളാഹു പറയുന്നു, കഷ്ടതയോടൊപ്പം ആശ്വാസമുണ്ട് എന്ന്. അതായത് നീ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടിനൊപ്പം തന്നെ ആശ്വാസം കൂടിയുണ്ട്. പക്ഷേ അത് നീ കാണുന്നില്ല, കാരണം നിന്റെ ചിന്ത മുഴുവൻ ഇരുട്ടിലാണ്. ഓരോ നെഗറ്റീവ് ചിന്തയെയും ഒരു ദുആ കൊണ്ട് നീ മാറ്റുക. എനിക്കാവില്ല എന്ന വാക്കിനു പകരം ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വഴിയുണ്ടാക്കും എന്ന് നീ പറയുക. ഇത് നീ തുടർന്നാൽ ഹൃദയം പ്രതീക്ഷ കൊണ്ട് നിറയും. ഹാബിറ്റ് നമ്പർ 5: സമയം പാഴാക്കുന്നത്. സോഷ്യൽ മീഡിയ, ഗെയിംസ്, സ്ക്രോളിംഗ്, ഇതിലൂടെയൊക്കെ നമ്മൾ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ വില നമ്മൾ അറിയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 അനുഗ്രഹങ്ങളുണ്ട്, പലരും അവ നഷ്ടപ്പെടുത്തുന്നു. ആരോഗ്യവും ഒഴിവു സമയവുമാണത്. ലൈഫ് എന്നത് വളരെ ചെറുതാണ്. ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഒരു അമാനത്താണ്. നമ്മുടെ സമയം എവിടെ പോകുന്നു എന്നത് നോക്കുക. അള്ളാഹു ചോദിക്കും, നിന്റെ സമയത്തോട് നീ എന്തു ചെയ്തു എന്ന്.
നിന്റെ സമയം പർപ്പസ്ഫുൾ ആക്കാൻ നോക്കുക. ഡെയിലി നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഇന്ന് ഞാൻ അള്ളാഹുവിനായി എന്താണ് ചെയ്തത്? അതുപോലെ ഇന്ന് ഞാൻ മറ്റൊരാളുടെ മനസ്സിൽ സന്തോഷം പകർന്നോ എന്ന് പരിശോധിക്കുക. ഫ്രണ്ട്സ്, ഈ ഒരു 5 ശീലങ്ങൾ ഇവ നമ്മെ നിശബ്ദമായി അകത്തുനിന്ന് തകർക്കുന്നവയാണ്. 1. താരതമ്യം. 2. പരാതിപ്പെടൽ. 3. നമസ്കാരം അവഗണിക്കൽ. 4. നെഗറ്റീവ് ചിന്ത. 5. സമയം പാഴാക്കുന്നത്. ഇവ നിങ്ങൾ തീർച്ചയായും മാറ്റാൻ വേണ്ടി തുടങ്ങണം. നിനക്ക് ഇതിൽ നിന്നും രക്ഷ ലഭിക്കുമ്പോൾ നീ ആത്മീയമായൊരു പുതിയ ലൈഫിലേക്ക് കയറും. നീ അള്ളാഹുവിനോട് പറയുക, യാ അല്ലാ, എന്നെ നീ സഹായിക്കണമേ, എന്നെ നശിപ്പിക്കുന്ന ശീലങ്ങളിൽ നിന്ന് നീ രക്ഷിക്കണമേ, എനിക്ക് നിന്നരികിലേക്ക് എത്താനുള്ള നല്ല ശീലങ്ങൾ നൽകണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.